ഹായ് ഡിയവൻസ്, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് നോക്കുന്നത് സീറ്റഡ് ഇംഗ്ലീഷിന്റെ ഒരു റാപ്പിഡ് റിവിഷൻ ആണ്. നമ്മൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും ടച്ച് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഫെബ്രുവരി മന്തിൽ വരുന്ന എക്സാമിനേഷന് ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് പിക്ചർ എന്താണ് സീറ്റഡ് ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും ഏതൊക്കെ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും. വിച്ച് സ്കിൽ ഈസ് റെസിപ്റ്റീവ്? സ്പീക്കിംഗ്, റൈറ്റിംഗ്, ലിസണിങ്, ഗ്രാമർ. അപ്പോൾ നമുക്കറിയാം ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്നത് LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇനി എന്താണ് ഈ റെസിപ്റ്റീവ് സ്കിൽസ് അഥവാ പാസീവ് സ്കിൽസ്? ലെസൺ ചെയ്യുന്ന സമയത്തും വൈൽ യു ആർ റീഡിങ് സംതിങ്, ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ ഒരു ക്രിയേറ്റർ അങ്ങനെ ഉണരുന്നില്ല. യു ആർ ലിസണിങ് ടു സംതിങ് ആൻഡ് യു ആർ റീഡിങ് സംതിങ്. കേൾക്കുന്നത് മനസ്സിലാവുന്നു, വായിക്കുന്നത് മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. അവിടെ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് സൈഡ് വരുന്നില്ല. യു ആർ ബിക്കം എ പാസീവ് അക്സെപ്റ്റൻസ് ഓഫ് ദ ലാംഗ്വേജ് ആണ്. അതുകൊണ്ടാണ് ലിസണിങ് എന്ന് പറയുന്നത് ഒരു റെസിപ്റ്റീവ് സ്കിൽ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം റീഡിംഗ് ഈസ് ഓൾസോ എ റെസിപ്റ്റീവ് സ്കിൽ. എന്നാൽ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ദർ യു ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ലാംഗ്വേജ്. അതൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്കില്ലുകളാണ്. അടുത്തത് സ്കിമ്മിങ് ഈസ് റിലേറ്റഡ് ടു വിച്ച്? സ്കിമ്മിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? റീഡിംഗ് ടെക്നിക്കിൽ ഒരെണ്ണമാണ് സ്കിമ്മിങ്. സ്കാൻ ചെയ്യാം, റീഡ് ചെയ്യാം. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് പെർട്ടിക്കുലർലി നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് എസ് സ്കാനിങ്. സ്കിമ്മിങ് മീൻസ് നമ്മളിങ്ങനെ ടു ഗെറ്റ് എ ഗ്ലിംസ് ഓർ ടു ഗെറ്റ് എ ജിസ്റ്റ് ഓഫ് സംതിങ്, മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് സ്കിമ്മിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ സ്കിമ്മിങ് എന്ന് പറയുന്നത് ഒരു റീഡിംഗ് ടെക്നിക്കാണ്. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വീസിങ് ഇഷ്യൂ ഉള്ളതുപോലെ തോന്നിയേക്കാം. ചെറുതായിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്. എന്നിട്ട് നിങ്ങൾ ബാക്കി ക്ലാസ് കേട്ടോ. Who produced the LAD? എന്താണ് LAD? Language Acquisition Device. It was proposed by Noam Chomsky. അപ്പോൾ നിങ്ങൾ അറിയണം എന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന്. ലാംഗ്വേജ് ലേണിംഗും ലാംഗ്വേജ് അക്വിസിഷനും ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ് ആണ്, ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ്. അവിടെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. വി ആർ ഇമിറ്റേറ്റിംഗ് സംതിങ്. നമ്മൾ വളരെ നാച്ചുറലി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഒരു അൺകോൺഷ്യസ് പ്രോസസ്സും കൂടിയിട്ടാണ്. ഒരു ഇപ്പോൾ ഉണ്ടായ ഒരു ബേബി, ഒരു 1 year old ആയിട്ടുള്ള ബേബി, ഹി ഈസ് അക്യൂസിറ്റിംഗ് ദറ്റ് ലാംഗ്വേജ്. അതൊരിക്കലും ആ കുഞ്ഞ് വേണമെന്ന് വിചാരിച്ച് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് ആ കുഞ്ഞ് ചെയ്യുന്ന കാര്യമാണോ? അല്ല, അവൻ അവൻ്റെ ചുറ്റും കേൾക്കുന്ന കാര്യത്തെ അവൻ അക്യൂസിറ്റ് ചെയ്യുന്നു. എന്നാൽ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിൻ്റെ ഗ്രമാറ്റിക്കൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ്. ആൻഡ് എന്താണ് ഈ ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസ്? അക്കോർഡിംഗ് ടു നോം ചോംസ്കി, എവറി ഇൻഡിവിജ്വൽ ഇസ് ബോൺ വിത്ത് ദിസ് പെർട്ടിക്കുലർ ഡിവൈസ്. ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസ് ജനിക്കുന്ന എല്ലാവർക്കും, ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഡിവൈസ് ഉണ്ടാവും. That's why we are able to learn language at a very young age. What is the primary aim of teaching English? എന്താണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രൈമറി എയിം, പർട്ടിക്കുലർലി in this നമ്മുടെ മാതിരിയുള്ള കൺട്രീസിൽ? I'm not saying any particular word for that. For the communication. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലിംഗ്വ ഫ്രാങ്കയാണ്. ഇറ്റ്സ് എ കണക്റ്റിംഗ് ലാംഗ്വേജ്. നമ്മളിപ്പോൾ ഇഫ് യു ആർ ബൈയിങ് സംതിങ് ഫ്രം ജപ്പാൻ, ചൈന, അതിനകത്തെല്ലാം ജാപ്പനീസിലും ചൈനീസിലും ഒക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ഹൗ ടു യൂസ് ദിസ്. അതിൻ്റെ കൂടെ തന്നെ ഒപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഉണ്ടാവും. നമുക്ക് മറ്റൊരു ലാംഗ്വേജും കോമൺലി കാണാൻ പറ്റില്ല. ഇഫ് യു ആർ ബൈയിങ് സംതിങ് ഫ്രം ചൈന, ജപ്പാൻ, കൊറിയ, or from any other countries, then you will get the instruction in English also. കാരണം എന്താണ്? ഇംഗ്ലീഷ് ഇസ് ദ കണക്റ്റിംഗ് ലാംഗ്വേജ്. ഇന്ന് ലോകം എമ്പാടുമുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. പ്രൈമറി എയിം ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇസ് ബേസിക്കലി ഫോർ കമ്മ്യൂണിക്കേഷൻ. റെമഡിയൽ ടീച്ചിങ് ഇസ് ഫോർ whom? റെമഡിയൽ ടീച്ചിങ് ആർക്ക് വേണ്ടിയാണ്?
റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യും. ആ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ മാർക്ക് നമുക്ക് കിട്ടുന്നതിൻ്റെ ബേസിസിൽ ആ ക്ലാസ്സിലെ ആക്റ്റീവ് ലേണേഴ്സിനെയും സ്ലോ ലേണേഴ്സിനെയും ആവറേജ് ലേണേഴ്സിനെയും ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതായത് ഈ കുട്ടികൾക്ക് എവിടെയാണ് പ്രശ്നം എന്നറിയാൻ വേണ്ടി നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു. രോഗി പറയുന്ന അയാളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഡോക്ടർ കേൾക്കുന്നു. അതിനുശേഷം ഡോക്ടർ എന്ത് ചെയ്യും? ഡയഗ്നോസിസിന് എഴുതും. അപ്പോൾ രോഗി പോയിട്ട് കുറേ ലാബ് ടെസ്റ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം എന്താണ് ഡയഗ്നോസ് ചെയ്തെടുക്കേണ്ടി വരിക, അയാൾക്ക് എവിടെയാണ് പ്രശ്നം, അത് ഡയഗ്നോസ് ചെയ്തെടുക്കും. അതിനുശേഷം ഡോക്ടർ എന്ത് ചെയ്യും? ആ പെർട്ടിക്കുലർ ഇഷ്യൂവിന് ഡോക്ടർ മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് അത് ഭേദമാക്കും. അത് തന്നെയാണ് ടീച്ചേഴ്സ് ആയിട്ടുള്ള നമ്മളും ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു എക്സാം നടത്തും. അതിനെവിടെയാ പ്രശ്നം പെർട്ടിക്കുലർലി ആ ഒരു പെർട്ടിക്കുലർ ഏരിയ കണ്ടെത്താനായിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ ടെസ്റ്റുകൾ നടത്തും. ദാറ്റ്സ് കോൾഡ് എസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ എവിടെയാണ് അവരുടെ ഇഷ്യൂസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ റെമഡി കൊടുക്കും. മെഡിസിൻ കൊടുക്കുന്നത് പോലെ നമ്മൾ റെമഡി കൊടുത്ത് അവരെ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കി എടുക്കും. സോ റെമഡിയൽ ടീച്ചിങ് ഇസ് ബേസിക്കലി ഫോർ സ്ലോ ലേണേഴ്സ്. മൈക്രോ ടീച്ചിങ് ഫോക്കസസ് ഓൺ സ്കിൽ ആണ്. ദാറ്റ് ഇസ് സ്കെയിൽഡ് ഡൗൺ ടീച്ചിങ് മെത്തേഡാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്താ പറയുക, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സ്കില്ല്, ബോർഡിൽ എഴുതുന്ന സ്കില്ല്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ബോർഡിൽ എഴുതുന്നതും ക്ലാസ്സിൽ ഇൻട്രാക്ട് ചെയ്യുന്നതും അവരെ നമ്മൾ എൻകറേജ് ചെയ്യുന്നതും റീഇൻഫോഴ്സ്മെൻറ്റും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെയും പെർട്ടിക്കുലർലി ടീച്ചേഴ്സിന് വേണ്ട ഓരോ സ്കിൽസ് നമ്മൾ ട്രെയിൻ ചെയ്യും. ആ സെക്ഷൻസ് ആണ് മൈക്രോ ടീച്ചിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്കെയിൽഡ് ഡൗൺ ടീച്ചിങ് മെത്തേഡ് ദാറ്റ് ഫോക്കസസ് എൻറ്റയർലി ഓൺ ദ സ്കിൽസ്. സോ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ സ്കില്ലാണ്. അധ്യാപകരായ നമ്മുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒരിക്കലും പഠിപ്പിക്കുന്നതിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. ഡെഫിനറ്റ്ലി പഠിപ്പിച്ച കാര്യങ്ങളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അവർക്ക് എത്രത്തോളം മനസ്സിലായി, അവർക്കത് ആ ഒരു ഔട്ട്കം ബേസ്ഡ് ലേണിംഗ്, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഓഡിയോ അവർക്ക് കിട്ടിയോ, നമ്മൾ ഉദ്ദേശിച്ച ഔട്ട് നമുക്ക് കിട്ടുമോ, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. സോ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഇതാണ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത് ടീച്ചിങ്ങിൻ്റെ ഇടയിൽ തന്നെയാണ്. നമ്മൾ അസൈൻമെൻ്റ് ആയിട്ടും ഡിക്റ്റേഷൻ ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലായിട്ടും എല്ലാം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന ഇവാലുവേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അറ്റ് ദി എൻഡിൽ നമ്മൾ ചെയ്യുന്നതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് മെഷർ ചെയ്യുന്നത് അറ്റൈൻമെൻറ്റിലൂടെ ആയിരിക്കും. അതിന് കിട്ടിയ സ്കോർ അതായിരിക്കും അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാംഗ്വേജ് സ്കിൽസ് എന്താണെന്ന് നോക്കാം. Language skills are the abilities that enable you to express your thoughts coherently and communicate with others. നമ്മൾ ലിവിങ് ബീങ്സിനെ, എസ്പെഷ്യലി ആനിമൽസിനെയും ഹ്യൂമൻ ബീങ്സിനെയും വ്യത്യസ്തമാക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ആർ ഏബിൾ ടു യൂസ് ലാംഗ്വേജ്. നമുക്ക് ആശയവിനിമയം നടത്താനായിട്ട് നമ്മുടെ ഉള്ളിലെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, ഫീലിങ്സ് ആൻഡ് എവറിത്തിങ് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാംഗ്വേജ്. നമ്മൾ വെർബൽ മെത്തേഡ്സും നോൺ വെർബൽ മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കുറേ കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വെർബൽ മെത്തേഡാണ്, ബൈ യൂസിങ് ലാംഗ്വേജ് ആണ്. ഈ സ്കിൽസ്, ലാംഗ്വേജ് സ്കിൽസ് ആണ് നമുക്ക് ഇതിനൊരു പ്രോപ്പർ സ്ട്രക്ചർ തരുന്നത്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ഇത് നാലുമാണ് ദ ബേസിക് ലാംഗ്വേജ് സ്കിൽസ്. ലിസണിങ് എന്ന് പറയുന്നത് ദാറ്റ് റെഫേഴ്സ് ടു അണ്ടർസ്റ്റാൻഡിങ് സംതിങ്, കേട്ട് മനസ്സിലാക്കുന്നതാണ്. ഇന്റർപ്രറ്റിംഗ് ആൻഡ് അനലൈസിങ് വാട്ട് ദ സ്പീക്കർ മെസ്സേജസ്, സ്പീക്കർ പറയുന്ന കാര്യം കേട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിനെ മനസ്സിലാക്കുന്ന ഒരു പാട്ടാണ് ലിസണിങ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ലിസണിങ് ആണ്. ലിസണിങ് ആണ് ഒരു സ്പീക്കറിന്റെ അടുത്തേക്ക് ഒരു ലിസണറെ അവിടെ പിടിച്ചു നിർത്തുന്ന ഫാക്ടർ. ആ ലിസണർ പറയുന്ന കാര്യം, സ്പീക്കർ പറയുന്ന കാര്യം നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ.
നിങ്ങളൊരു മാസ് ഓഡിയൻസിനിടയ്ക്ക് നിൽക്കുകയും ആൻഡ് യു ആർ നോട്ട് ഏബിൾ ടു ഹിയർ വാട്ട് ദ സ്പീക്കർ ഈസ് സേയിങ് ഓർ യു ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സ്പീക്കർ ഈസ് സേയിങ്, നിങ്ങൾ പതുക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്നും നിങ്ങൾ പിന്നോട്ടേക്ക് പോകും. നെക്സ്റ്റ് വൺ ഈസ് സ്പീക്കിംഗ്. വെർബലായിട്ട്, ഓറലായിട്ട് വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് സ്പീക്കിംഗ് സ്കില്ലിലൂടെയാണ്. സ്പീക്കിംഗ് സ്കില്ലിന് സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രോപ്പർ ആ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വൊക്കാബുലറി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. സോ സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സ്ട്രോങ് സ്പീക്കിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾക്ക് എവിടെയും പിടിച്ചു നിൽക്കാനും കഴിയും. ബിക്കോസ് യു ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. നിങ്ങൾക്ക് ഒരു കാര്യം കേട്ടു മനസ്സിലായി, അത് പ്രോപ്പറായിട്ട് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും ആ കമ്മ്യൂണിക്കേഷൻ ഒരു ഡ്രോബാക്ക് ആയിട്ട് വരും. സോ ഇഫ് യു ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഓർ ഇഫ് യു ആർ ഏബിൾ ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി, നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ എത്ര നേരം കൊണ്ടുപോകാനും കാര്യങ്ങളെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾക്ക് കരകയറ്റാനും സാധിക്കും. ദെൻ റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങളും നിങ്ങളുടെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ത്രൂ ടെക്സ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എഴുതാൻ പറ്റുന്ന രീതിയാണ്. അതിനൊരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടാവണം. അതിനൊരു പ്രോപ്പർ ഫ്ലോ ഉണ്ടാവും. ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ. ഒരിക്കലും നമ്മൾ ഫസ്റ്റ് കൺക്ലൂഷൻ എഴുതത്തില്ല, ഫസ്റ്റ് ബോഡി പാർട്ട് എഴുതത്തില്ല. ഫസ്റ്റ് വി വിൽ ഗോ ഫോർ ദ ഇൻട്രൊഡക്ഷൻ. സോ റൈറ്റിംഗ് സ്കില്ലിനകത്ത് എപ്പോഴും ഒരു പ്രോപ്പർ ഫോർമാറ്റും പ്രോപ്പർ ടോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ ഫോർമാറ്റും ടോണും ദാറ്റ് വിൽ ബി പെർഫെക്റ്റ്ലി ബേസ്ഡ് ഓൺ ദി ടാർഗറ്റ് ഓഡിയൻസ്. നമ്മൾ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ഫോർമൽ ലെറ്റർ ആൻഡ് വി ഹാവ് ഇൻഫോർമൽ ലെറ്റർ. നമ്മൾ ആ ഓഡിയൻസിന്റെ ബേസിസിലാണ് ആ ലെറ്ററിന്റെ സ്റ്റൈൽ മാറ്റുന്നതും ടോൺ മാറ്റുന്നതും എല്ലാം. ദെൻ റീഡിങ് സ്കിൽസ്. കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതാണ് റീഡിങ് സ്കിൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ എയിം എന്ന് പറയുന്നത്? ദ മെയിൻ എയിം ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിങ്ങിലൂടെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസ് ഇംപ്രൂവ് ചെയ്യാനും കൾച്ചർ അണ്ടർസ്റ്റാൻഡിങ് കൂട്ടാനും കോഗ്നിറ്റീവ് സ്കിൽസ്, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും അക്കാഡമിക് സക്സസിന് വേണ്ടിയും അതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് ടീച്ചിങ് ബേസിക്കലി ചെയ്യുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി പർപ്പസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്റ്റഡീസിലും അക്കാഡമിക്സിലും നമ്മുടെ കരിയറിലും ഒക്കെ ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ബേസിക്കലി ആവശ്യമുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ അഥവാ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പാണ് മൈക്രോ ടീച്ചിങ്. ഇതൊരു നമ്മൾ എന്താ പറയുക, സ്കെയിൽഡ് ഡൗൺ ടീച്ചിങ് മെത്തേഡാണ്. ഇതിൻ്റെ അകത്ത് ഓരോ സ്കില്ലും നമ്മൾ ഇതാക്കും. ഫസ്റ്റ് പ്ലാൻ ചെയ്യും, ടീച്ച് ചെയ്യും. ആ ടീച്ച് ചെയ്യുന്നത് ഒരു 40 minutes ഒന്നുമല്ല, ഓൺലി ഒരു 6 minutes. ആ 6 minutes നമ്മൾ ഒരു സ്കില്ല് നമ്മൾ ഫോക്കസ് ചെയ്യും, അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പോരായ്മകൾ എവിടെയൊക്കെയായിരുന്നു എന്ന്. ദെൻ വി വിൽ റീപ്ലാൻ ഇറ്റ്, റീടീച്ച് ഇറ്റ് ആൻഡ് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. അപ്പോഴാണ് നമുക്കൊരു സൈക്കിൾ ഓഫ് മൈക്രോ ടീച്ചിങ് കംപ്ലീറ്റ് ആയെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോസസ്സാണ്. അവിടെ ടീച്ചിങ് സ്കില്ല് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു കൺട്രോൾഡ് ലെസൺ പ്ലാൻ്റെ അകത്ത് ആ ഒരു ഷോർട്ട് സ്കില്ല് നമ്മൾ ഇതാക്കും. ഇത് ഡെവലപ്പ് ചെയ്ത 1963 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ സ്കിൽ ഓഫ് എക്സ്പ്ലനേഷൻ, ക്വസ്റ്റനിങ്, റീഇൻഫോഴ്സ്മെൻറ്റ്, ഈ ഓരോ സ്കില്ലിനും നമ്മൾ ഓരോ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് ഓരോ പ്രാവശ്യം റീടീച്ച് ചെയ്ത് ഫീഡ്ബാക്ക് എടുത്ത് നമ്മൾ ഇതാക്കും. ഇതിൻ്റെ കീ ഫീച്ചർ എന്ന് പറയുന്നത് ദറ്റ് ഫോക്കസ് ഓൺ സ്പെസിഫിക് സ്കില്ല്, ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും, ഒരു സ്മോൾ ഗ്രൂപ്പിനായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് നമുക്ക് കളക്ട് ചെയ്യാനും സാധിക്കും. സോ പ്ലാനിങ്, ടീച്ചിങ്, ഫീഡ്ബാക്ക്, റീപ്ലാൻ, റീടീച്ച് ആൻഡ് ഫീഡ്ബാക്ക്. ഇത് റെമഡിയൽ ടീച്ചിങ് ആണ്. മൈക്രോ ടീച്ചിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോസസ്സാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പ്രശ്നപരിഹാരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞ് അവരുടെ പരീക്ഷയൊക്കെ നടത്തി അവരുടെ പ്രശ്നങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം
എവിടെയാണ് അവരുടെ ഇഷ്യൂ, ആ പർട്ടിക്കുലർ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് റെമഡിയൽ ടീച്ചിങ് കൊടുക്കും. അവിടെ നമ്മൾ സ്കെഫോൾഡ് ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യും, ഇൻസ്ട്രക്ഷൻ്റെ മെത്തേഡ് മാറ്റും, റിവാർഡ്സ് കൊടുക്കും, അവർക്ക് പിയർ ട്യൂട്ടറിങ്ങും കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡ്സും ഇൻഡിവിജ്വലൈസ്ഡ് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മൾ കൊടുക്കും. അവരെ ഡയലോഗിലും ഗ്രൂപ്പ് ഡിസ്കഷനിലും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. റോൾ പ്ലേസ് ഒക്കെ കൊടുത്തിട്ട് മാക്സിമം ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അവരെ നമ്മൾ എക്സ്പേർട്ട് ആക്കി മാറ്റും. ദെൻ ടൈപ്സ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഒരു ടീച്ചിങ്ങിനെ ഏറ്റവും അധികം കോംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എയ്ഡ്സുകൾ, ഹെൽപ്പിംഗ് ഡിവൈസസ് ആണ്. അത് നമുക്ക് ഓഡിയോ എയ്ഡ്സ് യൂസ് ചെയ്യാം, വീഡിയോ എയ്ഡ്സ് യൂസ് ചെയ്യാം, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വിഷ്വൽ എയ്ഡ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളെ നമ്മളിത് കാണിക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനും കണക്ട് ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കാനും അവർ ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ ഇവാലുവേഷൻ. നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും ഡ്യൂറിങ് ദ ഇൻസ്ട്രക്ഷൻസും ആഫ്റ്റർ ദ ഇൻസ്ട്രക്ഷനും നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ കുട്ടികളെ ഫസ്റ്റ് ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ അവരുടെ പ്രീവിയസ് നോളജ്, പ്രയർ നോളജ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബിഫോർ ദ ഇൻസ്ട്രക്ഷൻ നമ്മളൊരു ടെസ്റ്റ് നടത്തും. അതിനുശേഷം ഡ്യൂറിങ് ദ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോർമേറ്റീവ് ആയിട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ കൊടുത്ത് സെറ്റാക്കിയതിനു ശേഷം ആഫ്റ്റർ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷനിലേക്ക് പോകും. Then methods of language teaching: grammar translation approach, direct approach, reading approach, audiolingual method, communicative language learning, suggestopedia, silent way, total physical response, natural way, communicative language teaching. Definitely നിങ്ങൾക്ക് ഈ ടൈപ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ് ഓൾഡസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികളുടെ മദർ ടങ്ങിലായിരിക്കും നമ്മൾ ടാർജറ്റ് ലാംഗ്വേജ് പഠിപ്പിക്കുക. അപ്പോൾ അവിടെ വലിയ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല. അവിടെ വൊക്കാബുലറിയും കാര്യങ്ങളെല്ലാം നമുക്ക് തർജ്ജിമയിലൂടെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഡിറക്റ്റ് അപ്രോച്ച് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഇവിടെ നമ്മൾ ടാർജറ്റ് ലാംഗ്വേജ് അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന L2 തന്നെയിലാണ് നമ്മൾ പഠിപ്പിക്കുക. അവിടെ മദർ ടങ്ങിൻ്റെ യൂസേജ് വളരെ കുറവായിരിക്കും. ട്രാൻസ്ലേഷൻ മദർ ടങ് നമ്മൾ യൂസ് ചെയ്യാതെ മാക്സിമം ആ ടാർജറ്റ് ലാംഗ്വേജിൽ തന്നെ അവരെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കും. ദെൻ ഓഡിയോലിംഗ്വൽ മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു സപ്പോർട്ടിംഗ് ഡിവൈസസ് യൂസ് ചെയ്ത് പല മെത്തേഡ്സ് യൂസ് ചെയ്ത്, അതായത് ഡയലോഗ്സ് ആയിക്കോട്ടെ, മെമ്മറൈസേഷൻ ആയിക്കോട്ടെ, ഡ്രിൽസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തായിരിക്കും അവരെ പഠിപ്പിക്കുക. അവിടെ ഗ്രമാറ്റിക്കൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ അവർ പോലും അറിയാണ്ട് ഇൻഡക്റ്റീവായിട്ട് നമ്മൾ അവരെ ഗ്രാമറും പഠിപ്പിക്കും. ദെൻ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ലേണിംഗ്. ഇവിടെ ലേണർ ഇസ് നോട്ട് തോട്ട് ആസ് ഓഫ് എ സ്റ്റുഡൻറ് ബട്ട് ആസ് എ ക്ലയൻറ്റ്. അവിടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ട്രെയിനേഴ്സ് ആയിരിക്കും. കൗൺസിലിങ്ങിലൂടെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നമ്മൾ അവരെ പഠിപ്പിക്കും. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഇത് കമ്പൈൻസ് ഫുൾ ആക്ഷൻ. അതായത് ഒരു കൈയും കാലും ഒക്കെ എടുത്ത് നമ്മൾ റോൾ പ്ലേ ചെയ്യിക്കുന്നത് പോലെ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ദ സ്കിൽസ്. അവിടെ കുട്ടിയെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല സംസാരിക്കാൻ വേണ്ടി. പക്ഷെ അവർക്ക് ആ സിറ്റുവേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത്, ആ റിയൽ ലൈഫ് സിറ്റുവേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അവരെ നമ്മൾ ഗ്രാജുവലി അതിലേക്ക് എത്തിച്ച് കംപ്ലീറ്റ് സ്കിൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവരെ പഠിപ്പിക്കുക. Then different kinds of learning disorders ഉണ്ട്. Dyslexia, dysgraphia, dyscalculia, dyspraxia, aphasia, dysmorphia. ഇതും നിങ്ങൾ കൃത്യമായി നോക്കണം. ഇതിന്റെ ബേസിസിലും ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസും ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയേക്കാം. The most important factor which is responsible for the differentiation between language learning and language acquisition is dash. ഏതായിരിക്കും തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ലാംഗ്വേജ് ലേണിങ്ങിനും ലാംഗ്വേജ് അക്വിസിഷന്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ലാംഗ്വേജ് എൻവയോൺമെന്റ് ആണ്. What is the primary goal of remedial teaching? എന്താ remedial teachingന്റെ primary goal? To provide extra support for the struggling learners. ഏതെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് പഠിക്കാൻ പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് റെമഡിയൽ ടീച്ചിങ്ങിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. Chetan's first language was Bhojpuri.
Since arriving in Tamil Nadu, he no longer speaks Bhojpuri and speaks English with the natives. അയാളുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭോജ്പൂരിയാണ്. പക്ഷെ തമിഴ്നാട്ടിൽ എത്തിയതിനു ശേഷം അയാളുടെ മദർ ടങ് ഉപയോഗിക്കാറില്ല. കൂടുതലായിട്ടും ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. When the new second language replaces the native language, this is an example of what? Subtractive bilingualism. മദർ ടങ്ങിന്റെ യൂസ് കുറയുകയും സെക്കൻഡ് ലാംഗ്വേജിന്റെ യൂസ് കൂടി നിൽക്കുന്ന സ്റ്റേജുമാണ് സബ്സ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. അപ്പോൾ I hope you get a gist or a brief regarding the seated topics. Seated English into rapid revision നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thank you so much.